തേപ്പ് കൊടുക്കുന്ന ശീലം എനിക്ക് തേച്ചിട്ടുണ്ട് ഞാൻ ഒരാളെ. അത് അറിയാത്ത നമുക്ക് അറിയാത്ത പ്രായങ്ങളിലൊക്കെ നമ്മൾ ഇഷ്ടമാണെന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറയും. അറിയാത്ത പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ 20 ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? 20 വയസ്സിന്റെ സമയത്ത് എനിക്ക് അപ്പോഴേക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പൊട്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല പറഞ്ഞ നല്ല ആളെ ഇപ്പോഴാണോ വരുന്ന അപ്പൊ ഞാൻ കിട്ടും. സത്യത്തിൽ നല്ലൊരു പയ്യനെ കിട്ടാത്തതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. സർക്കാർ ജോലിക്ക് എന്താ പറയുക, എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. കല്യാണം നടത്താത്തതിൽ വിഷമമുള്ള ഒരാള് പുള്ളിയോടെ എന്താ കല്യാണത്തിന്റെ കാര്യം ചോദിക്കാറൊക്കെ ഉണ്ട്, നാട്ടിൽ ചോദിക്കാറുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ലെന്നേ. നാട്ടിൽ പൊതുവെ എൻ്റെ അടുത്ത് അത്ര എന്താ പറയണ്ടേ, ഇപ്പൊ റിലേറ്റീവ്സിൽ എനിക്ക് അത്ര എന്നോട് അത്ര കമ്പനിയുള്ളവർ മാത്രമേ ചോദിക്കാറുള്ളൂ, എന്താ മക്കളെ ഇങ്ങനെ നടക്കുന്നത്, കല്യാണം കഴിക്കുന്നില്ലേന്ന്. അപ്പം ഞാൻ പറയും എന്തിനാ വെറുതെ എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റും. സത്യത്തിൽ നല്ലൊരു പയ്യനെ കിട്ടാത്തതുകൊണ്ട്. ഇല്ല അങ്ങനെയല്ല, നമുക്ക് സമയമാകുമ്പോൾ നമുക്ക് നടക്കും. അങ്ങനെയാണ്. ഇന്റർവ്യൂ ആണോ? കൊള്ളല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ നമ്മളെ ജനറേഷൻ നല്ലൊരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അതിന് പുണ്യം ചെയ്യണം. മെയിൻ ആയിട്ട് നമുക്ക് ഭാഗ്യം വേണം നല്ലൊരാളെ കിട്ടാൻ. അങ്ങനെയൊന്നുമില്ല. സർക്കാർ ജോലിക്ക് എന്താ പറയുക, എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. സർക്കാർ ജോലിയുള്ള ആളെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അത് ആ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല, ജീവിച്ചൊക്കെ പോവാൻ. എന്റെ വീട്ടിലൊരു ഗവൺമെന്റ് ജോലിക്കാരിയുണ്ട്, എന്റെ ചേച്ചി. അവള് പറയാ ഗവൺമെന്റ് ജോലി വേണ്ടായിരുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ നോക്കിയാൽ മതിയായിരുന്നു, ഇതുപോലെ സലൂണൊക്കെ ഇട്ടിരുന്നാൽ മതിയെന്ന്. കാരണം നല്ലതാണ് സലൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അവള് ഗവൺമെന്റ് ജോലിയുടെ സാലറിയും കാര്യങ്ങളും കഷ്ടപ്പാടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അവൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാം. നല്ല ആളാണെങ്കിൽ മാത്രം. അതാരാ ഇവിടുത്തെയാണോ? ചേട്ടാ അതെ തന്നെ, നല്ല ആളാണെങ്കിൽ മാത്രം. അങ്ങനെയൊന്നുമില്ല. നല്ല ആളാ ഇപ്പോഴാണോ വരുന്ന അപ്പൊ ഞാൻ കിട്ടും, അത്ര തന്നെ. പിന്നെ പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഇല്ല പറഞ്ഞ വിശ്വസിക്കൂ? ഇല്ല. അല്ല, പ്രണയം എന്ന് പറഞ്ഞപ്പോ ആർക്കാണെങ്കിലും ചിരി വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ചിരിച്ചതാ. അങ്ങനെ പൊട്ടിട്ടൊന്നുമില്ല. അങ്ങനെ പ്രണയം പൊട്ടാനായിട്ട് തേപ്പ് കൊടുക്കുന്ന ശീലം എനിക്ക് തേച്ചിട്ടുണ്ട് ഞാൻ ഒരാളെ. തേച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിയാത്ത പ്രായങ്ങളിലൊക്കെ നമ്മൾ ഇഷ്ടമാണെന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പൊ പ്രണയിക്കാനുള്ള സമയമില്ല. ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെയാ. അപ്പം അത് ഈ ഒരു ഫീൽഡ് വന്നതിന് ശേഷം പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല. കോളേജിൽ തേർഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ചു ആർട്ടിസ്റ്റൊക്കെ അല്ലേ, അടിച്ച് പൊളിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പുള്ളിയെ ശ്രദ്ധിക്കുന്നില്ല, വിളിക്കുന്നില്ല. എപ്പോഴും ഷൂട്ടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം തന്നെ പുള്ളിക്ക് ഭയങ്കര വിഷമത്തിൽ എനിക്ക് തന്നെ മനസ്സിലായി എന്തിനാ പുള്ളിയുടെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്നതെന്ന്. ഞാനായിട്ട് സംസാരിച്ചു, സ്റ്റോപ്പ് ചെയ്തു. പുള്ളിയുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ അതാ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. നമ്മളെ ഫീൽഡ് എന്താണ്, നമ്മളെന്താണെന്നൊക്കെ അറിയുന്ന ആളായിരിക്കണം. അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു ചാടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫല്ലേ നശിച്ചു പോകുന്നത് അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പൊ കല്യാണം കഴിച്ച ആളല്ലേ? അതെ, സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതാണോ കല്യാണം കഴിച്ച ആള്? ഹസ്ബൻഡാണോ? അതാ ഞാൻ നോക്കുന്നത്. എവിടെ പോയാലും ഈ മനുഷ്യ കൂടെ കാണും. ഇങ്ങനെ ഹസ്ബൻഡാണോ? അപ്പൊ അറിയാലോ എന്താണ് ഈ ഫീൽഡ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഹസ്ബൻഡിനെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി അറിയില്ല, ഇങ്ങനെ ഹസ്ബൻഡിനെ കിട്ടുക പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ അറിയാനും നമ്മളെ മനസ്സിലാക്കുന്നൊക്കെ ഒരാള് കിട്ടുമെന്ന് പറയുന്നത് നമ്മളെ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. തിരിച്ചും ആൺകുട്ടികളുടെ ഭാഗ്യമാണ്. മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. വെയിറ്റ് ചെയ്യാം. അറിയാത്ത പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പം എന്റെ 20 ചേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? 20 വയസ്സിന്റെ സമയത്ത് എനിക്ക് അപ്പോഴേക്കൊന്നും അറിയില്ലായിരുന്നു. ശരിക്കും ഇപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. എന്താണ് നമ്മൾ കുറച്ച് മെച്ചൂർഡ് ആയിട്ട് വരുന്നത് ഓരോ വർഷം കഴിയുന്തോറാണ്. ഞാൻ അപ്പോഴൊക്കെ എനിക്ക് കുഞ്ഞായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഞാൻ അങ്ങനെ തേച്ചിട്ട് എടാ ബായ് എന്ന് പറഞ്ഞല്ലേ ഞാൻ പോയത്. എടാ എനിക്ക് റിലേഷൻ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് പറ്റത്തില്ല, കാരണം നീ വിചാരിക്കുന്ന ഒരു റിലേഷൻ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പുള്ളിയുടെ കല്യാണം, പുള്ളി എന്നെ വിട്ടുകൊണ്ട് വേറൊരാളെ നോക്കി കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും ഞാനും ആ കുട്ടിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നുണ്ട്. പോലെ അത് നല്ലതല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ കാണുമ്പോൾ പോടാ നീ എൻ്റെ പഴയ ലവറാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ പറയണ്ടേ ഔട്ടാക്കുന്നൊന്നുമില്ലല്ലോ. അത്രയൊന്നും